ഹലോ. ഹലോ. ആ ആ ലിയാഖത്ത് സാഹിബാണോ? അതെ. ഞാൻ നിങ്ങളുടെ സംവാദം കണ്ടിരുന്നു, അപ്പൊ വെറുതെ വിളിച്ചതാ. അത് ശരി, പറയും. നിങ്ങളുടെ നാട്ടിലെവിടെയാ? ഞാൻ മണ്ണാർക്കാട്. മണ്ണൂർക്കാട് എവിടെയാ? മണ്ണാർക്കാടാണ്. നിങ്ങൾ പറഞ്ഞോളി. ആ നിങ്ങൾ മണ്ണാർക്കാട്ടുകാരനാ? സംവാദം വളരെ അല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതാ എവിടെയാന്ന് അറിയാൻ ഓക്കെ വേണ്ടിട്ട്. ഓക്കെ. സംവാദം ഉഷാറായി നിങ്ങൾക്ക് തോന്നിയോ? ഉഷാറായിന്നാ തോന്നി, പക്ഷെ വന്ന ആളുടെ അടുത്ത് മരുന്നുണ്ടായില്ല. അതിന്റെ ഒരു വന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആളടുത്തും വരുന്നുണ്ടായില്ല അല്ലേ? ഉം. പക്ഷെ മരുന്നുള്ള ആൾക്കാരെ സംഭവം കിട്ടണില്ല. ഇസ്ലാമിൽ ആരും വരൂല. അങ്ങനെ ഉണ്ടോ? അതായത് വിളിച്ചാൽ അങ്ങനെയുണ്ട്, കിട്ടാനുണ്ടോ? എനിക്കും വരൂല. തോന്നിയ ഉം വരൂല. ഉം ഓക്കെ. എനിക്ക് സംവാദം തീരെ ഒരു സംവാദത്തിന്റെ ഒരു ഉം അയൽപക്കത്ത് പോലും ഒരു ബെസ്റ്റ് ഡിബേറ്റിന്റെ ഒരു അയൽപക്കത്ത് പോലും എത്തില്ല ഡിബേറ്റ് എന്ന് തോന്നുന്നു. ചെയ്യണമെങ്കിൽ പിന്നെ രണ്ടുപേരും വേണ്ടേ? ഒരാൾ മാത്രം അവിടെ കിടന്ന് എന്ത് ഡിബേറ്റ് ചെയ്യാനാ? അല്ല, നിങ്ങളും അത്ര ഉഷായി പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല. അതാ അതായത് പറഞ്ഞത്, നമ്മൾ ഓരോ നിങ്ങളെന്തോ സ്ഥലത്ത് ഓരോ പാത്രത്തിലേക്ക് വിളമ്പാവുന്നല്ലേ വിളമ്പാൻ പറ്റുള്ളൂ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും പിന്നെ നല്ല ഇസ്ലാമിലെ ഉസ്താദുമാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോളി, നമുക്ക് നോക്കാം. അതായത് അത് അവിടെ എന്താ തന്നെ പറയാ, ഞാൻ എനിക്കിപ്പോ പറഞ്ഞല്ലോ ഓൾറെഡി അങ്ങനെ നമ്മള്. സംഘടിതമായിട്ട് അങ്ങനൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആ, എന്റെ ഒരു പെർസ്പെക്റ്റീവ്, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഉം, എന്താ പറയാ, നിങ്ങൾ കുറച്ച് ആയത്തൊക്കെ ഓതി. ഉം. അപ്പൊ ആ ആയത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ആ ആയത്തിന്റെ വിശദീകരണങ്ങളൊക്കെ നിങ്ങൾ തേടല്? ഉദാഹരണത്തിന് ഒരു എന്താണ്? ആയത്ത് കിട്ടിയാൽ ഉം, അതുകൊണ്ട് ഉം. എന്താണ് അതിന്റെ മീനിങ് എന്നൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തല്? ജസ്റ്റ് ഒരു അതൊക്കെ ക്യൂരിയോസിറ്റിക്ക് ഇപ്പൊ അറിയാൻ അതൊക്കെ വേണ്ടി ഇവിടെ ചോദിക്കാം. നല്ല വൃത്തിയായിട്ട് ഇംഗ്ലീഷിലും അറബിയിലും മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഉസ്താദുമാരും. ഇതൊക്കെ നിങ്ങൾ ആയത്തിന്റെ ആശയവും ഒക്കെ അറിയുന്ന ഉസ്താദുമാരല്ലേ ഇതൊക്കെ തഫ്സീറും പരിഭാഷയൊക്കെ എഴുതുക. യെസ്, ഓക്കെ. അതായത് ഉം, ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, ഒരു ആയത്ത് നമ്മള് ആയത്തിന്റെ പെരിഫറൽ മീനിങ് എടുക്കണമെങ്കിൽ ഉം, ആയത്തിന്റെ ജസ്റ്റ് മീനിങ് നോക്കിയാൽ മതി. ഉം, അതായത് എന്താണ് അതിന്റെ ടെക്സ്റ്റുവൽ ട്രാൻസ്ലേഷൻ ഉം. നോക്കിയാൽ മതി. അതിന്റെ ബാക്കി പക്ഷെ കാര്യങ്ങൾ ഇപ്പൊ എന്താ സബബുൻ നുസൂലും ബാക്കി അതിന്റെ പശ്ചാത്തലവും ഒക്കെ തഫ്സീറിലുണ്ടല്ലോ വിശദമായിട്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കലുണ്ട് കാര്യങ്ങളൊക്കെ? അങ്ങനെയൊക്കെ നോക്കിയിട്ടാണല്ലോ അതോ ഇപ്പൊ നമ്മളിത് പറയാ. അത് എല്ലാം അങ്ങനെയൊക്കെ നോക്കലുണ്ട്? ആ, നിങ്ങൾ എന്തുവരെ പഠിച്ചിട്ടുണ്ട്, അതായത് റിലീജിയസ് ആയിട്ട്? ജസ്റ്റ് അറിയാൻ റിലീജിയസ് ആയിട്ട് വേണ്ടിട്ടാണ്. എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ അറിയണത്? ഇതൊക്കെ മതം പഠിക്കണമെങ്കിൽ ഇപ്പൊ എത്ര വരെ പഠിക്കണം? അത് ചോദിക്കുക. അതായത് മതം പഠിക്കണമെങ്കിൽ എത്ര വരെ? ഞങ്ങളൊക്കെ മദ്രസയിൽ പോകുന്ന കാലത്ത് ഞാൻ മദ്രസയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അല്ല, ഉം, ഉം, വഫി കോളേജ് ഒന്നും അന്നില്ലല്ലോ. ഉം. അപ്പോ പിന്നെ ആ സമയത്ത് നമുക്ക് അവിടെ നാട്ടിലുണ്ടായിരുന്ന മദ്രസയിൽ പരമാവധി പോയിട്ടുണ്ട്. അന്ന് 6-ാം പരമാവധി ക്ലാസ് 7-ാം പോയിട്ടുണ്ട്. ക്ലാസ് വരെയൊക്കെ ഉള്ളൂ മദ്രസകൾ ഉണ്ടാവുക. ഉം, ഉം. 7-ാം അതിനുശേഷം ക്ലാസ് നിങ്ങൾ പിന്നെ പൊതുപരീക്ഷ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് അതിന് ശേഷം എന്താ പറയാ, ഇസ്ലാം ഒന്നും ശരിയല്ല തോന്നിയില്ലേ? അതിനുശേഷം ശരിയല്ലാന്ന് തോന്നിയല്ല. നിങ്ങൾ പോയിന്റ് പറയും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ എത്രയോ മാസങ്ങളായി വർഷങ്ങളായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളുണ്ടല്ലോ, അതിലേക്ക് ആ വരൂ. അല്ല, ഇപ്പൊ നിങ്ങൾ എത്ര അതായത് വരെ ഇപ്പൊ സ്കൂളിൽ സംഭവം എന്ന് വെച്ചാലേ, പോയിട്ടുണ്ട്, എത്ര വരെ നിങ്ങളിപ്പോ മദ്രസയിൽ ഉദാഹരണത്തിന് പോയിട്ടുണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്കുള്ളൊരു പ്രോബ്ലം തരും. അതായത് അതൊക്കെ ലീവ് ചെയ്യാം. നിങ്ങളിപ്പോ ഉദാഹരണത്തിന് ഇത്രയും വലിയ ഫോളോവേഴ്സ് ഇല്ല ലോകത്ത്, വിവിധ സെക്റ്റുകളുള്ള ഇങ്ങനെ ഒരു മതത്തിനെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. ഇപ്പൊ ഒരു കൺട്രീനെ ആക്ഷേപിക്കുകയാണെങ്കിലും ഹിസ്റ്ററി ഉള്ള ഒരു കൺട്രീനെ ആക്ഷേപിക്കാൻ സിമ്പിൾ ആണ്. ഞാൻ ഒരു കാര്യം ആലോചിക്കൽ എന്താ അറിയോ? അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ നിരീശ്വരവാദികള് അവർ നിരീശ്വരവാദിയാകുമ്പോൾ അവർ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്നതിനപ്പുറം അവർ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അവർ ഏത് മതത്തിൽ നിന്ന് പോന്നു, എന്താണ് അതിന്റെ പോരായ്മ എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ മുസ്ലിം ആയ ആൾക്കാരെ കുറിച്ച് കൺവേർഷൻ സ്റ്റോറീസ് എടുത്തൊക്കെയാണെങ്കിൽ അവരെന്താ പറയാ അറിയോ? എന്തുകൊണ്ട് അവർ മുസ്ലിം ആയെന്നാണ്. ഞാൻ അങ്ങനത്തെ ആൾക്കാരെ നിരന്തരമായിട്ട് ഇപ്പൊ ഈ അത്തരം സ്റ്റോറികൾ പറയാൻ വേണ്ടി മാത്രം നടത്തുന്ന യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, മലയാളത്തിൽ തന്നെ ഉണ്ട്. അത്തരം ആളുകളുമായിട്ടൊക്കെ ഞാൻ നിരന്തരമായിട്ട് അന്വേഷിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു സ്ട്രക്ചർഡ് ഡിബേറ്റിനുണ്ടോ? ഇത് ആളുകൾക്ക് മനസ്സിലാക്കാൻ. അതായത് ഇപ്പൊ ഇസ്ലാമിനകത്ത് ഞാൻ പറയുന്ന വെച്ചാല് അത് സ്വാഭാവികമാണല്ലോ, അതിലെന്താ അത്ഭുതം? അല്ല, നിങ്ങൾ ഉദാഹരണത്തിന് ഈ നിരീശ്വരവാദി ആരും എന്താ നിരീശ്വരവാദത്തിനെ കുറിച്ച് പറയാത്തത്? നിങ്ങളൊരു പുതിയ ആശയം പോയി. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വളരെ ഫാസിനേറ്റഡ് ആയിട്ടൊരു ഐഡിയ കണ്ടെത്തിയാൽ ആ ഐഡിയനെ കുറിച്ചല്ല നിങ്ങൾ പറയണ്ടേ? ഏതിനെ കുറിച്ച്? നിങ്ങൾ അതിനെ കുറിച്ചല്ലേ പറയണ്ടേ? അതായത് നിങ്ങൾ ഓൾറെഡി സംതിങ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഞാൻ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന് പറയുന്നവർ എന്തുകൊണ്ട് അവർ നിലനിന്നിരുന്ന വിശ്വാസം അവർ ഉപേക്ഷിച്ചു എന്ന് പറയില്ല? നിങ്ങൾ എടുത്തോക്കി, നിങ്ങൾ യൂട്യൂബ് ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് പറയുന്നത് ബഹുദൈവാരാധന, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നു. അല്ല അത് അവിടെ ഇല്ല. എന്റെ പോയിന്റ് എന്താ പറയുക, നിരീശ്വരവാദികളാകുന്ന എല്ലാവരും എന്താ ചെയ്യാന്ന് സുഹൃത്തെ, ഈ അവര് ഒരാള് നിങ്ങളുടെ ടോക്കൊക്കെ എടുത്തോക്കാണ്. നിങ്ങൾ എന്താണ് മതത്തിനെ കുറിച്ച് പറയണതിൽ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടോ? മതത്തിനെ കുറിച്ച് പറയാൻ പാടില്ല? ഞാൻ ഒരു കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ടെൻഷൻ അടിക്കുന്ന മറ്റൊരാൾ എന്താ ഒരു ടെൻഷനും ഇല്ല. എനിക്കൊരു ടെൻഷനും ഇല്ല. പോയിന്റുകൾ പറഞ്ഞോളി.
ഓക്കെ ലെറ്റ് മീ സേ, അതായത് ഞാനൊരു നിങ്ങൾ മുർത്തദ്ദാണ്, 7 types of എക്സ് atheism. മുസ്ലിം ആണ്. ഇതാണ് എന്റെ ടാഗ് ലൈൻ. ഞാൻ ആയിക്കോട്ടെ, യൂസ് എനിക്ക് ചെയ്യാറുള്ളത്, ഞാൻ മനസ്സിലായി. എക്സ് മുസ്ലിം യൂസ് ചെയ്യാറുണ്ട്. ഞാനൊരു മനുഷ്യനാണ് എന്ന് മാത്രം പറയാറുണ്ട്. ഞാനൊരു ഇത് വലിയൊരു മുർത്തദ്ദാണെന്ന് ഇപ്പൊ ക്ലിയർ എന്താണെന്നറിയോ, ആയിട്ട് പേഴ്സണൽ ആയിട്ട് പറയാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഐഡന്റിറ്റി ഉള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാം. നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ മെല്ലെ നിങ്ങളുടെ മാറ്റിയിടാണ്. എങ്ങനെ ഞാനൊരു മാറ്റിയിടണേ? മുർത്തദാണ്, എന്ത് എക്സ് മാറ്റിയിടണേ? മുസ്ലിമാണ്. ഞാനൊരു മനുഷ്യനാണ് അതായത് സുഹൃത്തെ, നിങ്ങളിപ്പോ ഉദാഹരണത്തിന് ഞാനൊരു അതല്ല, മനുഷ്യനാണ്. നിങ്ങൾ മനുഷ്യനാണ് ഞാൻ എന്നുള്ളതാണ് അങ്ങോട്ട് ഐഡന്റിറ്റി. അതിലെന്താ നിങ്ങൾക്ക് ഓക്കെ, പറയാനുള്ളത്? അതാണ് ഐഡന്റിറ്റി. അതാണ് ഐഡന്റിറ്റി. അതായത് ഇപ്പൊ നിങ്ങൾ ഏത് ആശയത്തിൽ, ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് നിങ്ങൾ മനുഷ്യനാണെന്നുള്ളതാണ് നിരീശ്വരവാദിയാണോ? എന്റെ നിങ്ങൾ നിരീശ്വരവാദിയാണോ? ഞാനൊരു മനുഷ്യനാണെന്നുള്ളതാണ് സുഹൃത്തെ ഐഡന്റിറ്റി. ഒരു അപ്പൊ നിങ്ങൾ മനുഷ്യന്റെ ഐഡന്റിറ്റി. നിരീശ്വരവാദിയല്ല. അതായത് ഒരാളുടെ എക്സ് മുസ്ലിം, ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട അയാളുടെ ആശയം അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യം പോലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ പറയേണ്ട നിങ്ങളെ വിളിച്ചിട്ട് കാര്യമാണ്. നിങ്ങൾ സുന്നിയാണോ, നിങ്ങൾ മുജാഹിദാണോ, നിങ്ങൾ ജമാഅത്താണോ ഞാൻ ചോദിച്ചോ? നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ഞാൻ ചോദിച്ചോ? അല്ല അല്ല, അതായത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാന്ന്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോ ഇതൊക്കെ അത് ലൂപ്പ് പരസ്പരം ഹോളുകളാണ് പറയേണ്ട ഭായി. നിങ്ങൾ കാര്യമില്ല. എന്താ അതൊരു ചെയ്യുന്ന അറിയോ, ഡിബേറ്റിലേക്കൊക്കെ നിങ്ങൾ വരുമ്പോൾ ഇപ്പൊ നമ്മൾ നിലപാട് ഉദാഹരണത്തിന് എന്താണ്, നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രം കൃത്യമായിട്ട് എന്താണെന്നൊക്കെ അറിയാം, ചോദിക്കാം. ഞാന് അല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താ അറിയോ, ഇത് എന്താണ്? അഥവാ നിങ്ങളിപ്പോ നിരീശ്വരവാദിയാണ്, ഞാൻ അതിനെ കുറിച്ച് ഞാൻ നിരീശ്വരവാദിയാണ്. ചോദിക്കുന്നത്, ഞാൻ ഞാൻ നിരീശ്വരവാദിയാണ് നിങ്ങളോട് പറഞ്ഞാല് നിങ്ങൾ ഒരു ലാസ്റ്റ് മിനിറ്റ് അല്ലല്ല, നിരീശ്വരവാദത്തിനെ കുറിച്ച് ഞാൻ നിരീശ്വരവാദത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല ഞാൻ ചോദിക്കുക, നിങ്ങൾ അല്ല, എന്താ നിരീശ്വരവാദിയാണോ? അപ്പൊ ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയാൻ എനിക്ക് പേടിയാന്നല്ല ഇപ്പൊ നിങ്ങളെ വാദം. ഞാൻ നിരീശ്വരവാദിയാണ്, നിങ്ങൾ പറഞ്ഞോളി, എന്താ നിങ്ങൾ പ്രശ്നം? ആരും അങ്ങനെ പറയുന്നില്ല. അല്ല, അതായത് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഐഡന്റിഫൈ എന്താ ചെയ്യുന്നില്ല. പ്രശ്നം നിങ്ങൾക്ക് സുഹൃത്തെ? എന്താണ് നിരീശ്വരവാദം? പ്രശ്നം നിരീശ്വരവാദം എന്താന്നുള്ളതല്ല. നിങ്ങൾ അല്ല, പറയൂ, എന്താ നിരീശ്വരവാദത്തിന്റെ അവസാനം നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ? ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് അല്ല, പിന്നെ സ്റ്റോപ്പ് നിങ്ങൾ ചെയ്താലേ എന്താ പറയുള്ളൂ. ഞാൻ ഭയങ്കര പറയുമ്പോൾ എന്തോ നിങ്ങൾ സംഭവമാണ്. അപ്പൊ പറയുന്ന ഇത് സമയത്ത് നിങ്ങൾ എന്താ പറയുന്നു ഒരു മിനിറ്റ്, മതവിശ്വാസവും ഞാൻ പറയുന്ന നിരീശ്വരവാദവും സമയത്ത് നിങ്ങൾ പറയുന്നു പറയണ്ടേ? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ പറയൂല്ല, എന്നെ പറയാൻ സമ്മതിക്കൂല രസമല്ലല്ലോ. ഓക്കെ. മതവിശ്വാസവും ഇപ്പൊ ഒരാൾ മുസ്ലിം ആണെന്ന് പറയുന്നതും ഒരാൾ നിരീശ്വരവാദിയാണെന്ന് പറയുന്നതും രണ്ട് ഓപ്പോസിറ്റ് സാധനങ്ങളല്ല. അല്ല, ഡയറക്റ്റ് ഓപ്പോസിറ്റ് അല്ല. മനസ്സിലായോ? അല്ല. അപ്പൊ പിന്നെ ഇസ്ലാം ഉപേക്ഷിച്ച് വന്ന ആള് അയാൾ ചിലപ്പോ നിരീശ്വരവാദി ആയിരിക്കാം, ചിലപ്പോ അയാൾ അഗ്നോസ്റ്റ് ആയിരിക്കാം. ഞാൻ പറയട്ടെ. നിങ്ങൾ ഇസ്ലാം മതം നിങ്ങൾ ഇസ്ലാം മതത്തിനെ പുറത്ത് നിർത്തിയിരിക്കുന്ന ഏതെങ്കിലും ഇസ്ലാമികമായ അല്ലെങ്കിൽ അറേബ്യൻ ദൈവവിശ്വാസ ധാരയിൽ തന്നെ ആയിരിക്കാം മേ ബി. അതായത് ഓക്കെ, ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇതൊന്നും പറയുന്നില്ല. അതായത് ഞാനൊരു കാര്യം പറയാം, എന്റെ പോയിന്റ് വളരെ എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ മനസ്സിലായി. അതായത് ഇപ്പൊ മുസ്ലിം അല്ലാത്ത ആള് നമ്മൾ അനധമറ്റൈസ് ചെയ്താലും അപരവൽക്കരണം നടത്തിയാലും ഏതെങ്കിലും ഒരു ബ്ലോക്കിലായിരിക്കും. നിങ്ങൾ അതിനെ കുറിച്ച് കുറച്ചെങ്കിലും പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഏത് ഐഡിയയിൽ ഫാസിനേറ്റഡ് ആയിട്ടാണ് ആയത്. നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങൾ നിരീശ്വരവാദിയാണെന്ന് പറയണം. നിങ്ങളൊരു ഐഡിയോ, അതായത് പുറത്തൊരു ഐഡിയയിൽ ഫാസിനേറ്റ് ആയിട്ടല്ല ഒരാൾ ഒരു ആശയം ഉപേക്ഷിക്കുന്നത്. നമ്മൾ നിലനിൽക്കുന്ന ആശയത്തെ മനസ്സിലാക്കുമ്പോൾ അറിയോ, ഞാൻ പറയട്ടെ, എനിക്കെന്താ തോന്നുന്നത് അറിയോ, നിങ്ങൾക്ക് തോന്നുന്നതല്ലോ നമ്മള് യാഥാർത്ഥ്യം. നിങ്ങളെ തോന്നല് പറയാം, നിങ്ങൾക്ക് തോന്നുമല്ല, അത് യാഥാർത്ഥ്യം, അതാണ് തോന്നിയത്. അതായത് ഈ മനുഷ്യനൊക്കെ ചിന്ത ഉള്ളതാണ്. നമ്മുടെ ചിന്തകളൊക്കെ ഒരു പക്ഷെ നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ അനുമാനത്തിലെത്താം. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഹൈപ്പോത്തസിസ് കൊണ്ട് കണ്ടിട്ട് സാധനമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നിങ്ങളൊരു സാധനം കണ്ടെത്തി, നിങ്ങൾ അത് ശരിയാണെന്ന് പറയുന്നു. അതായത് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടുപിടുത്തൊന്നും നടത്തിയിട്ടില്ലെന്നേ. ഓക്കെ, ആ സാധനം അൾട്ടിമേറ്റ്ലി ട്രൂ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതായത് അത് മാത്രമാണ് ദി ഓൺലി വേർഷൻ ഓഫ് ട്രൂ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ സാധനമല്ലേ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മനസ്സിലാക്കുന്നത് എന്റെ വലിയ പ്രസന്റേഷൻ ആണ്. പറയട്ടെ, ഞാൻ ബ്രീഫ് ചെയ്യാം. കാരണം വെറുതെ നമ്മൾ സംസാരിച്ച സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ വലിയ പ്രസന്റേഷൻ പറയൂ. നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തെ. നമ്മളൊരാളോട് സംസാരിക്കുമ്പോ ഞാനും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ അതിന്റെ പർപ്പസ് വേണ്ട സുഹൃത്തെ. ഒരു സംസാരത്തിനൊരു പർപ്പസ് സെറ്റ് ചെയ്യണ്ടേ? അപ്പൊ അതിനാണ് നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പർപ്പസ് ഉണ്ടാവേ. അതായത് ഉദാഹരണത്തിന് ഞാൻ ഡ്രോ ചെയ്യുന്ന ലൈനിലൂടെ ഒന്ന് കാര്യങ്ങൾ പോയിക്കോട്ടെ പോയി, നിങ്ങൾ അതിനൊന്നും സമ്മതിക്കും. എന്നോട് എന്റെ മുമ്പിൽ ഒട്ടും പ്രസക്തമല്ലാത്ത എന്തൊക്കെയോ നിങ്ങൾ പറയുന്നത് എനിക്ക് ബോധ്യപ്പെടണ്ടേ? അതൊരു സംസാരിക്കേണ്ട വിഷയമാണെന്ന്. നിങ്ങൾക്ക് പ്രസക്തമാണെങ്കിൽ ആയിഷ ബീവി 7th എന്താ പറയാ ഇയറിൽ കല്യാണം കഴിച്ചു പറയേണ്ടത്. അപ്പൊ പ്രസക്താവോ? പ്രവാചകൻ കുറെ അടിമകൾ ഉപയോഗിച്ചു, മാര്യത്തിൽ കൃത്യം ഉപയോഗിച്ചു പറയണ്ടേ? അപ്പൊ പ്രസക്താവോ? അതാണ്. അതല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ ഇപ്പൊ ഫൈൻഡ് ചെയ്ത സാധനം, അതിന് നിങ്ങളുടെ ഡിസ്കവറി എന്ത് പറഞ്ഞാലും ഡു യു ബിലീവ് ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത്? എന്താണെന്ന് പറയണ്ടേ? നിങ്ങള് അതായത് നിങ്ങൾ കണ്ടെത്തിയ
ഉദാഹരണത്തിന് ഇസ്ലാമിനെ കുറിച്ച് കുറെ വ്യൂസ് ഉണ്ട്. സുഹൃത്തെ, നിങ്ങൾ അൾട്ടിമേറ്റ് വിശ്വസിക്കുന്നത് ട്രൂത്ത് എന്ന് പറഞ്ഞ സാധനം എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ? എനിക്ക് മനസ്സിലായില്ല. എന്തിനെ കുറിച്ചാണ് അതായത് നിങ്ങൾ വർത്താനം, അതായത് നിങ്ങളിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് അടിമത്തത്തിനെ കുറിച്ചും കുറെ കാര്യങ്ങൾ പറഞ്ഞു. സ്പെസിഫിക് ആയിട്ട് ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് വീഡിയോ ആയിട്ട് പറയാം, അപ്പോഴല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് എത്ര നേരമായിട്ട് എന്റെ വിഷയം എന്ന് വെച്ചാൽ അപ്പൊ നിങ്ങളെ വിഷയം കേട്ടോ, നിങ്ങൾ എന്താ വെച്ചാല് നിങ്ങൾ മുസ്ലിങ്ങളുടെ നാരോ മൈൻഡിനെ കുറിച്ച് നിങ്ങൾ കുറെ പ്രസംഗിക്കും. ഇത് വളരെ ഏറ്റവും നാരോ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ പറഞ്ഞു. അതിന്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഉള്ള അതല്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് നിങ്ങൾ സുഹൃത്തെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയും. വെറുതെ ഉദാഹരണത്തിന് അപ്പൊ അടിമത്ത വിഷയത്തിൽ അടിമത്ത വിഷയത്തില് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൽ അടിമത്തം ഉണ്ടായിരുന്നു. ഇസ്ലാം ജീവിച്ച ഉണ്ടായിരുന്നു എന്നാണോ? ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം അതിനെ ഇസ്ലാമിൽ അടിമത്തം ഉണ്ടായിരുന്നു. അതായത് ഉണ്ടായിരുന്നു. ഇസ്ലാം അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നന്നായി റെഡ്യൂസ് ചെയ്തിട്ട് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഐഡിയോളജിയിൽ അടിമത്തത്തിന്റെ ഹുക്കും എന്താണ് നിങ്ങൾക്ക് അറിയുന്ന ആളല്ലേ? നിങ്ങൾ പറയും. അടിമത്തത്തിൽ ഹുക്കും എന്താന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾക്ക് എന്താ ഇന്ത്യയിൽ അറിയാന്നുള്ള സാധനം. അതായത് ഇസ്ലാം അടിമത്തത്തിന് റെഡ്യൂസ് ചെയ്യാൻ. ഇസ്ലാമിൽ അടിമത്തം ഉണ്ടോ? ഇസ്ലാമിൽ അടിമത്തം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോന്നല്ല ചോദിച്ചത്. നിങ്ങൾക്ക് മലയാളം തീരെ പ്രശ്നമുണ്ടോ? ഉണ്ടോ? അതായത് ഇസ്ലാമിൽ ഇപ്പൊ ഉണ്ടോന്ന് ചോദിക്കണേ. ഈ ഉണ്ടോ എന്നുള്ളത് ഏത് കാലത്താണ് ചോദിക്കണേ? ഉണ്ടോന്നാണ് ചോദിക്കണേ. ഇസ്ലാമിൽ ഇപ്പൊ അടിമത്തം ഉണ്ടോ എന്നുള്ളത് അല്ലേ? ഇസ്ലാമിൽ അടിമത്തമുണ്ടോ? ഇസ്ലാമില് ഇപ്പോ അടിമകൾ വരാനുള്ള കുറെ കാരണങ്ങളുണ്ട്. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ? കൺസെപ്റ്റ് എടുക്കുമ്പോ അല്ല, അങ്ങോട്ടൊന്നും പോണ്ട. അടിമകൾ ഉണ്ടാവാൻ ജായിസാണെന്നോ? അടിമകൾ ഉണ്ടാവാനുള്ള കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ ഒരു യുദ്ധം വരുമ്പോ അതല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള കുറെ റീസൺസ്. ഞാൻ ഒന്നും ചോദിച്ചില്ല. നിങ്ങൾക്കിപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൻസർ അല്ലേ? ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഇത് പണ്ട് നമ്മള് ആശയത്തെ കുറിച്ച് പറയാൻ ധൈര്യമില്ല, അതാണ് പ്രശ്നം. അതായത് വലിയ ഭീകരമായ അവകാശവാദങ്ങളുമായിട്ടാണല്ലോ ഇസ്ലാം കൊണ്ട് നടക്കുന്ന ആൾക്കാർ കൊണ്ട് നടക്കുന്നത്. അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതി അതല്ല ഇസ്ലാം. നിങ്ങളടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, നിങ്ങൾ എന്നെ കുറെ കുറ്റം പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പൊ നിങ്ങളെയാണല്ലോ ബാധിക്കുന്നത്. നിങ്ങളെന്തിനാണ് നിങ്ങളെ കുറ്റം പറയുമ്പോൾ ഞാൻ ഒന്നും ഇന്ന കുറ്റങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് പറയാൻ കഴിയണില്ലല്ലോ. നിങ്ങൾ ഇസ്ലാമിന്റെ അടുത്ത് എത്തരുത് നിങ്ങൾ എത്ര നേരം സംസാരത്തിൽ മനസ്സിലായത്. ഒരു ഉദാഹരണം പറഞ്ഞ അബദ്ധത്തിൽ അടിമത്തായി പറഞ്ഞേ. അതല്ല നിങ്ങൾ മതം പഠിച്ച ഒരു മുഅല്ലിമോ മുതഅല്ലിമോ ആണല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് നിങ്ങളെ അഭിപ്രായത്തിൽ ശരിയാ ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ ശരിയാ ലോ എന്ന് പറഞ്ഞാല്? ഞാൻ നിങ്ങളോട് ചോദിച്ചതേ ഇസ്ലാമിന്റെ ഹുക്കും എന്താണ്? ഇസ്ലാമിന്റെ ഫിഖ്ഹി നിയമം അനുസരിച്ച്, ഇസ്ലാമിന്റെ ഫിഖ്ഹ് അനുസരിച്ചിട്ട് അടിമത്തം അനുവദനീയമാണോ അല്ലേ? ഇതാണ് ചോദിച്ചത്. അതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് മുന്നോട്ട് പോയി. അതല്ലെങ്കിൽ വെറുതെ നിങ്ങൾ മനസ്സിലാക്കിയ എന്താ അതിനെ കുറിച്ച്? നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഞാനും മനസ്സിലാക്കട്ടെ. എന്റെ മനസ്സിലാക്കലൊക്കെ ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ വളരെ വെടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സംവാദം പറഞ്ഞോളി, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. എന്തിന്? അതായത് ഒന്നും കൂടി പറഞ്ഞോളൂ. നിങ്ങൾ സംവാദം കേട്ടിട്ടാണ് വിളിക്കണമെന്നല്ലേ എന്നോട് പറഞ്ഞത്? സംവാദം കേട്ട് നിങ്ങളൊന്നുകൂടി ഇസ്ലാമിന്റെ അടിമത്തം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത്? അത് നിങ്ങൾ പറയും എന്താണ് ഇസ്ലാമിന്റെ നിങ്ങൾ മനസ്സിലാക്കിയ എന്താ? ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ്. അതായത് എങ്ങനെ ഹലാലാണ്? അടിമത്ത വ്യവസ്ഥിതി ഹലാലാണ്. എങ്ങനെ ഹലാല് കാരണം എങ്ങനെ ഹലാല്? അതായത് അതിന്റെ എവിഡൻസ് എന്താ? ഒരു സാധനം ഇസ്ലാമിൽ ഹലാലാണെന്നാണെങ്കിൽ ഒന്നുകിൽ ഖുർആൻ എവിഡൻസ് ആണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതൊക്കെ എന്ത് എവിഡൻസിന്റെ ഇതിലാണ് നിങ്ങൾ അത് എന്താണ് ഹലാലാന്ന് കണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇസ്ലാമിൽ ഒരു സാധനം ഖുർആനിലുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ ഇടങ്ങാറാകല്ലേ? ഈ വർത്താനം ഒഴിവാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. പറയട്ടെ ഞാനിതേ നിങ്ങൾ അതായത് ഒരു എവിഡൻസ് പറയും. നിങ്ങളുടെ ഒരു പത്ത് നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ തള്ളിക്കോളി, നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ. നിങ്ങളൊരു വാഫിയല്ലേ? നിങ്ങൾ പെടക്കല്ലേ അവിടെ നിങ്ങള്? നിങ്ങളെന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? മറുപടി പറയുമ്പോ നിങ്ങൾ സമ്മതിക്കില്ല. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഫിഖ്ഹിലുണ്ട്. ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ. ഫിഖ്ഹി ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഖുർആനും സുന്നത്തും ഇജ്മാവും ഖിയാസും എല്ലാം കൂടി കലക്കി പിന്നെ ഊറ്റി എടുത്തിട്ടാണല്ലോ കർമ്മശാസ്ത്ര വിധികൾ ഉണ്ടാക്കുന്നത് പണ്ഡിതന്മാർ. ഫിഖ്ഹിലുണ്ടായാൽ മതി.
എന്ത് എന്താണ് ഫിഖ്ഹിലുണ്ടായ ഇസ്ലാമിക ഫിഖ്ഹി ഏത് നിയമങ്ങളിൽ ഫിഖ് ഗ്രന്ഥത്തിലാണുള്ളത്? നിങ്ങളൊന്ന് പറയും. എല്ലാ നിങ്ങളെ ഫിഖ്ഹിലും ഉണ്ട്. മനസ്സിലാക്കൽ എത്ര ഉണ്ടെന്ന് എല്ലാ ഫിക്കിലും ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ എക്സാമ്പിൾ സിമ്പിൾ ആണല്ലോ. ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു. ഇപ്പൊ ഞാൻ കേരളത്തിൽ തന്നെയുള്ള പറഞ്ഞുതരാം. സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ ഫത്തുൽ മുഈനിലുണ്ട്. അതിലെന്താ ഉള്ളത്? അടിമത്തത്തിന്റെ എല്ലാ സാധ്യതകളും എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഒന്ന് വായിച്ചു ക്രയവിക്രയങ്ങൾ, തരുമോ? അതിന്റെ നിയമങ്ങൾ, അതുമായി ഒന്ന് ബന്ധപ്പെട്ട പറഞ്ഞു തരും. അതുണ്ട്. നിങ്ങൾക്ക് എന്താ ഫത്തുൽ മുഈൻ ക്ലാസ് ഞാൻ അടുത്ത് തരണം. നിങ്ങൾ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് എന്താ പഠിച്ചത്ര ബുദ്ധിമുട്ടുള്ളത്? ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് അതായത് ഹറാമാണ് ഇത് ഇസ്ലാമിൽ. സംഭവം എന്താ വെച്ചാലേ നിങ്ങൾ എന്താ ചെയ്യുന്ന അറിയോ? ഇപ്പൊ നിങ്ങൾ അടിമത്തത്തിന്റെ എന്നോട് ചോദിച്ചു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. ഇങ്ങനെ ഒരു പോവാണ്. മിനിറ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ലല്ല, ഞാൻ നേരത്തെ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചു, നിങ്ങളെ ഞാൻ കാര്യം അതിന് തന്നെ മറുപടി പൂജിക്കാണ്. പറഞ്ഞു. നിങ്ങൾക്ക് ഇനി ഇതേ ചോദ്യം ഞങ്ങളോട് ചോദിക്കാണ്, ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? ഞാൻ എന്റെ റീപ്ലൈ എന്താ? നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് പറയും. നിങ്ങൾ എന്നോട് ചോദിച്ചപ്പം ഞാൻ കൃത്യമായി ഉത്തരം ഒറ്റവാക്കിൽ പറഞ്ഞിട്ടാണ് വിശദീകരണത്തിലേക്ക് പോയത്. അങ്ങനെ ചെയ്യേണ്ട സുഹൃത്തെ. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനുള്ള ആംബിയർ ഉണ്ടാവണം. നിങ്ങൾ എന്നോട് ചോദിച്ചു ഇസ്ലാമിൽ എന്താണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ തെളിവ് ചോദിച്ചു, തെളിവ് പറഞ്ഞു. ഇനി നിങ്ങൾ പറയേണ്ടത് ഇസ്ലാമിൽ അടിമത്തം അനുവദനീയമാണോ അല്ലേ? എന്താ കഥ? ഒരു സംസാരം തുടങ്ങി ആ സംസാരം പൂർത്തീകരിക്കണ്ടേ? അതിനിടയിൽ കട്ട് ചെയ്ത് ഓടിപ്പോകുന്നതൊക്കെ മാന്യതയാണോ? ഇനി അബദ്ധത്തിൽ കട്ടായതാണെങ്കിൽ തിരിച്ചു വിളിക്കണ്ടേ? ഇനി വേറെന്തെങ്കിലും ഇങ്ങോട്ട് വിളിക്കാൻ പറ്റാത്ത സാഹചര്യമോ അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യണ്ടേ? ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളതൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടെങ്കിലും എനിക്ക് അയച്ചിടണ്ടേ? അതൊക്കെ അല്ലേ അതിൻ്റെ ഒരു രീതി. എന്തൊരു കഥ! നിങ്ങൾ മൊത്തം വാഫികളുടെ മാനം കളയോ?